നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്നത്തേനെങ്ങാനും കുറച്ചുകൂടി സന്തോഷത്തോടെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഇന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണത്. വീഡിയോ എടുത്തതൊക്കെ നമ്മളിപ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയായിരിക്കും നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണണം, നമ്മളെ ഇഷ്ടപ്പെടണം, ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം, അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ഒരു ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് നമുക്ക് ഇത്ര സപ്പോർട്ട് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്ന കമൻറ്റ് ഇടുമ്പോൾ നമ്മളോട് എന്താ പറയുക, ഏറ്റവും അടുത്തുള്ള ആൾക്കാർ സംസാരിക്കും, നമ്മുടെ ബന്ധക്കാർ സംസാരിക്കുന്ന പോലെയുള്ള കമൻറ്റും നമ്മൾ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കമൻറ്റുകളൊക്കെ വന്ന് അതിന് റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യേണ്ടി എടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ അവർക്ക് അതിനുള്ള റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എനിക്കറിയില്ല, അത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോസ് കണ്ടവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ എഴുന്നേറ്റ് വന്നു, നേരെ കിച്ചണിലെത്തി ഞാൻ ഫ്ലാസ്കിലേക്ക് പാരാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂല് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഐറൂസ് ഇങ്ങനെ എഴുന്നേറ്റ് വന്നാൽ പിന്നെ മുട്ടത്തി നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി റൂമുകളിലേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ. പിന്നെ കിടന്ന നമ്മുടെ തലേണ പുതപ്പ് അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂമും പക്ഷേ അടിച്ചു വരാനും വൃത്തിയാക്കാനൊന്നും ചെന്നിട്ടില്ല. ജസ്റ്റ് അവങ്ങനെ ആ നീളത്തിലെ ഹാളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുട്ടത്തി നടക്കും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ കിച്ചണിലെത്തി. അപ്പോൾ ഫ്ലാസ്കിലേക്ക് വരാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ടാവുമെന്ന് കരുതി, പക്ഷേ തിളച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിങ്ങനെ ഈ വീതനമിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കും കേട്ടോ. കാരണം നമ്മൾ ചോറ് അതിലേക്കുള്ള കറി സംഭവങ്ങളൊക്കെ ഈ ഓരോ പാത്രങ്ങളുണ്ടാവില്ല, അതൊക്കെ വേണ്ടതൊക്കെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കും, നമുക്ക് പിറ്റേന്ന് എടുക്കാൻ ആവശ്യമുള്ളതൊക്കെ. അല്ലാത്തതൊക്കെ ഒഴിവാക്കി പാത്രമൊക്കെ കഴുകി ഈ ഒരു വീതനയിൽ ഇങ്ങനെ കമഴ്ത്തി വെക്കാറാണ് ചെയ്യാറ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കേണ്ട സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചാൽ തന്നെ നമ്മുടെ ഒരുവിധ പണികളൊക്കെ തീരും. നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഒരു സംഭവം പണികളൊക്കെ അവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഒരു എളുപ്പ കടിയാണ് കേട്ടോ രാവിലത്തെ. ഇന്നലെ ഞാൻ ദോശക്കരി വെള്ളത്തിലിടാന്ന് കരുതിപ്പോയപ്പോൾ മക്കൾ പറഞ്ഞു ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഉഴുന്ന് അധികം ഇട്ടിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് അവിടെ മാവ് അരച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപാടെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ട് മാവ് ഒന്നുകൂടി ഇളക്കി വെച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മാവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സാമ്പാർ മതി എന്നായിരുന്നു കേട്ടോ വലിയ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായി ഇഡ്ഡലി സാമ്പാറും കഴിക്കാൻ കൊതിയാവുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനുള്ള പച്ചക്കറികൾ ഫുള്ളായിട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ മക്കളെ പറ്റിക്കാനുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അവർക്കങ്ങനെ പച്ചക്കറികൾ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലുള്ളവരൊന്നല്ല. ഇറച്ചി മീൻ ആ ഒരു ഭാഗത്തേക്കാണ് കൂടുതൽ ചായ്വ്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇട്ട് നമ്മുടെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് പാർന്ന് ഒന്ന് കൊടുത്താൽ തന്നെ അവർക്ക് സാമ്പാറായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതുകൊണ്ട് ഉണ്ടാക്കാം, ഏതായാലും ഇഡലിയും സാമ്പാറും എന്നുള്ള അവരുടെ ആഗ്രഹം അങ്ങോട്ട് തീർത്ത് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ആദ്യം പരിപ്പ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ. കറിക്കൊരു മുഴുപ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു. അതൊരു 2-3 വിസിലടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമ്മൾ ഉള്ള പച്ചക്കറി ക്യാരറ്റ്, പിന്നെന്താ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, മത്തൻ ഉണ്ടായിരുന്നു, പിന്നെ വലിയുള്ളി ഞാൻ 2-3 വലിയുള്ളി എടുത്തു. അതിങ്ങനെ കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തു. പിന്നെ തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് അത് പിന്നെ നമ്മുടെ പരിപ്പ് വന്നതിന് ശേഷം അതൊക്കെ ഇട്ട് ഒന്നും കൂടി ഒരൊറ്റ വിസിൽ അത് മതി. പിന്നെ കാരണം അങ്ങനെ വേവാത്ത പച്ചക്കറികളൊന്നുമില്ല, എല്ലാ പച്ചക്കറിയും പെട്ടെന്ന് വേവുന്ന പച്ചക്കറി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം ഇങ്ങനെ വിസിലടിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ വിസിൽ തന്നെ അതൊക്കെ വന്നു കേട്ടോ. പിന്നെ ഞാൻ അതും ഒന്ന് കടുകും ഉലുവയൊക്കെ ഇട്ട് സാമ്പാർ പൊടിയും പിന്നെ ഇച്ചിരി പുളിവെള്ളമൊക്കെ പാർന്ന് തൂമിച്ചെടുത്ത അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ സാമ്പാർ. ഇതുമൂന്ന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് അങ്ങനെ വെജിറ്റബിളൊന്നും വലിയ ഇഷ്ടമില്ല, എന്നാലും ഇന്നത്തെ സാമ്പാർ ഇഡ്ഡലിയൊക്കെ അവൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡയറ്റൊക്കെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്നിട്ട ആ ഒരു ചുരിദാർ എനിക്ക് ഭയങ്കര ടൈറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിത് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ കുറച്ച് സംശയത്തോടെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇട്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതായിരുന്നു.
പക്ഷേ നല്ല കുറച്ചൊരു ലൂസായിട്ടുണ്ട് കേട്ടോ. കാണുന്നവർക്ക് അത് വലിയ തോന്നില്ല, എന്നാലും എനിക്കത് പെട്ടെന്ന് മനസ്സിലാകാൻ നല്ല നമുക്കൊരു ഇടാനുള്ള കംഫർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുറച്ചൊരു ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെയിറ്റിൽ എങ്ങനെ മാറ്റുക എന്നുള്ളതൊന്നും അറിയില്ല. വെയിറ്റ് ചെയ്താലും നമുക്ക് നാളെ ഒന്ന് നോക്കാം. നാളെ 15ാമത്തെ ദിവസമല്ലേ, ഇപ്പോൾ ഇന്ന് 2 ആഴ്ച ആയില്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നാളെ എന്തായാലും നമുക്ക് വെയിറ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നാളെ എന്തായാലും രാവിലെ എഴുന്നേറ്റ് പാടെ വെയിറ്റൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റ് ആയിട്ടൊന്ന് പറയണം, എത്ര വെയിറ്റ് കുറഞ്ഞു എന്നോ ഉള്ള വിവരങ്ങളും, പിന്നെ നിങ്ങൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ എന്നിട്ടാൽ എനിക്കും അതൊക്കെ നോക്കാമല്ലോ. അങ്ങനെ ഏതെങ്കിലും ഫുഡൊക്കെ എനിക്കും കഴിക്കാമല്ലോ. അപ്പോൾ നാളെ നമുക്ക് വെയിറ്റൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 4-5 ദിവസം ഗ്യാപ്പിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് 1 കിലോനോ 1.5 കിലോനൊക്കെ ഒരു 2 കിലോനൊക്കെ കുറഞ്ഞ് കാണണമെങ്കിൽ ഒരു സമാധാനമല്ല അതുകൊണ്ട് ഞാൻ വെയിറ്റ് നോക്കാതെയാണ് ഇന്ന് കിച്ചണിലേക്ക് വന്നത്. പിന്നെ വെള്ളമൊക്കെ ചൂടാക്കി അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനുള്ള കാര്യം ഞാൻ എന്നും പറയുന്നുണ്ട്, നമുക്ക് വെള്ളം ധാരാളം കുടിക്കണം. അങ്ങനെ നമ്മുടെ സാമ്പാറും ഇതോടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് പച്ചക്കറികളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വെന്തു, അപ്പോൾ പച്ചക്കറികളൊക്കെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് മസാലപ്പൊടികളൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പരിപ്പ് വെച്ചപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പച്ചക്കറികൾ ഇടുമ്പോഴാണ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇച്ചിരി സാമ്പാർ പൊടി അതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഒറ്റ വിസിൽ വെച്ചിടും. പിന്നെ നമ്മൾ തൂമിക്കില്ല, അപ്പോഴാണ് ഞാൻ കടുക്, ഉലുവ, പിന്നെ കരിവേപ്പില ഉണ്ടെങ്കിൽ അതിടും. ഇപ്പോൾ കരിവേപ്പില ഒന്നും ഇവിടെ ഇല്ല. പിന്നെ അതിലേക്ക് ഇച്ചിരി സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി ഉഷാറാക്കും. പിന്നെ ഇച്ചിരി പുളിവെള്ളം പാരുമ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി കൂടുമല്ലോ. അങ്ങനെ ഒരു വിധത തട്ടിക്കുട്ടി സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതും വെയിറ്റിങ്ങിലാണ് കേട്ടോ. അവൾ വിശക്കുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒരു ക്ലാസ്സിന് പോകാൻ പിന്നെ നമുക്കിതാണ് പണി. പിന്നെ മദ്രസ പോവുകയാണെങ്കിൽ എന്തായാലും വരുമ്പോഴേക്കിന് 8:45-9 മണിയാവും. അപ്പോഴേക്ക് നമുക്ക് എന്തായാലും ഫുഡൊക്കെ റെഡി ആവുമല്ലോ. ക്ലാസ് മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ അടുക്കളയിൽ എൻ്റെ പിന്നിലുണ്ടാവും, റെഡിയായോ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം ഇന്ന് ഏതായാലും വേഗം നമുക്ക് ഇഡ്ഡലിയും കൂടി, കറി ഏകദേശം ഒരു സെറ്റായ പോലെ ഉണ്ട്, നമുക്ക് ഇഡ്ഡലിയും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ അതുവരെ ഉള്ള പാത്രങ്ങളൊക്കെ അപ്പം ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഞാൻ എല്ലാം പെട്ടെന്ന് തീർക്കും. ഇന്ന് ഞാൻ ഓരോ പാത്രങ്ങളാവുമ്പോൾ അതൊക്കെ അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വെക്കും കേട്ടോ. മോറിങ്ങനെ ചില ദിവസം അതിന് വേണ്ടിയിട്ട് അങ്ങനെ കൂട്ടിയിടും. അവസാനം ഒരുപാടാവുമ്പോഴാണ് ഒരു ഒരു മടി വരാനുണ്ട്. അങ്ങനെ ആകുമ്പോൾ കാണുമ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് പോകാനേ തോന്നാത്തൊരു അത്രയും പാത്രങ്ങൾ കൂടിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ എന്താ അറിയില്ല, കുറച്ചൊരു നല്ല മൂഡിലാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂട്യൂബിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയതിൻ്റെ സന്തോഷം കൊണ്ടാണ് തോന്നുന്നത്. ഇന്നെല്ലാത്തിനും കുറച്ചൊരു എനർജി കൂടുതലായിരുന്നു. അപ്പോൾ ഞാനിതാ വേഗം ഇഡ്ഡലി ചൂടാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഐറൂസിന് വേണം, പിന്നെ ഹസ്ബൻഡിൻ്റെ വന്നിട്ടുണ്ട്, എനിക്ക് കഴിക്കാൻ 2 മക്കൾക്കൊക്കെ ഓരോന്ന് വീതമൊക്കെ വെച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു വെടിക്ക് 2 പക്ഷികൾ എന്ന പോലെ ഇഡ്ഡലിയും വേവും നമ്മൾ മുട്ട പുഴുങ്ങിയതും ആവുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുക, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതവിടെ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ പാർന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കറി അവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ടല്ലോ. പിന്നെ ഞാനൊരു അടുപ്പത്ത് അവിടെ കറണ്ടിൻ്റെ അടുപ്പില്ലേ, അതിൽ ഞാൻ ചോറും വേവിക്കുന്നുണ്ട് കേട്ടോ. കാരണം അതും കൂടി ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. പിന്നെ ഈ സാമ്പാർ തന്നെ ഉച്ചക്ക് കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഉച്ചക്ക് ആരുമില്ല, മോളും പിന്നെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാമ്പാർ തന്നെ മതി ചോറിലേക്ക്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുക, വൈകുന്ന രാത്രിയാവും. അവൾക്ക് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉച്ചക്ക് എന്താ കൂട്ടാനൊന്നും അറിയില്ല. ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇന്നൂട്ടിക്ക് റെഡിയാക്കി കൊടുക്കാമെന്നൊക്കെ കരുതി. അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാന്. നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ തലേ ദിവസം തന്നെ എന്തൊക്കെ വേണമെന്ന്. രാത്രി കിടക്കുമ്പോൾ തന്നെ അതൊക്കെ വിചാരിച്ച് കിടന്നിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ കാര്യം കട്ട പുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ആലോചിക്കാൻ തന്നെ സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും നാളെ എന്താ ഉണ്ടാക്കുന്നത്, രാവിലെ എന്താ ഉണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിൽ സെറ്റാക്കി വെച്ചതിന് ശേഷമേ ഞാൻ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ പിന്നെ സമയമുണ്ടല്ലോ, നമുക്ക് രാവിലെ ആലോചിച്ചാൽ മതിയല്ലോ ഉച്ചക്കത്തെ എന്താ ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു.
മാവൊക്കെ എന്താ അറിയില്ല വന്നിട്ടുണ്ട് കേട്ടോ. തണുപ്പാകുമ്പോൾ ചിലപ്പോൾ മാവ് വരാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് നമുക്ക് ഇഡ്ഡലിയൊക്കെ നമ്മളെ അടിപൊളിയായിട്ട് പൂ പോലുള്ള ഇഡ്ഡലി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുമൂന്ന് വിശക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് വേഗം കൊടുക്കാമെന്ന് കരുതി അവൾക്ക് വേഗം വിളമ്പി കൊടുത്തിട്ടുണ്ട്. സാമ്പാറായതുകൊണ്ട് അവൾക്ക് കുറച്ചൊരു മടിയുണ്ട് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും കടല ചെറുപയർ അങ്ങനെ അല്ലെങ്കിൽ മീൻ കറി ചിക്കൻ കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. സാമ്പാറായതുകൊണ്ട് അവൾക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിച്ചപ്പോൾ എന്നോട് നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അവൾ അവിടെ നല്ല രീതിയിൽ തന്നെ കഴിച്ചു കേട്ടോ. ഇഡ്ഡലി പിന്നെ ഇത് തന്നെയാണ് അവൾക്ക് ലഞ്ചിനും അത് മതി എന്ന് പറഞ്ഞു. ഇഡ്ഡലിയും സാമ്പാറും മതിയാണ്. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ പൊരിച്ച് തരുന്നു വെച്ചപ്പോൾ വേണ്ട അത് മതി, കാരണം ഇന്ന് അവർക്ക് 2 മണിക്ക് സ്കൂൾ വിടും. 12 അല്ലെങ്കിൽ 3:30ക്കാണ് വിടാറ്. എക്സാം ആയതുകൊണ്ട് 2 മണിക്ക് വിടും. അപ്പം വീട്ടിലെത്തിയിട്ടും പിന്നെ ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഇഡ്ഡലി സാമ്പാറും മാത്രം മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവൾക്ക് ലഞ്ച് ബോക്സൊക്കെ അതിൻ്റെ ഇടയിൽ പാക്ക് ചെയ്തു. പിന്നെ ചോറ് അതിൻ്റെ ഇടയിൽ നമ്മൾ റെഡിയായി. അങ്ങനെ അവളെ കാര്യങ്ങളൊക്കെ തീർന്ന് അവൾ അതാ സ്കൂളിലേക്ക് പോയിട്ടോ. അതിന് ശേഷമാണല്ലോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഹസ്ബൻഡ് നമ്മൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഇന്ന് ഓട്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓട്സ് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ അതിലേക്ക് നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ടല്ലോ ഈ ഒരു ഓട്സ് ഉണ്ടാക്കുന്ന, എന്താ പറയുക, റോബസ്റ്റ് പഴം, സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് കാണുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണം നമുക്ക് എപ്പോഴും തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സംഗതികളും ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ റോബസ്റ്റോ പഴം ഉണ്ട് നോക്കിയപ്പോൾ, അങ്ങനെയെല്ലാം ഉണ്ടായപ്പോൾ ഞാൻ കരുതി ഇന്നാലെ എന്നെ ഓട്സ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് പാൽ, ഒരു 1/2 ഗ്ലാസ് പാലും അതിൽ ബാക്കി വെള്ളമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വെറും 3 സ്പൂൺ മാത്രമാണ് ഓട്സ് ഇട്ടിട്ടുള്ളത്. ഓട്സ് അധികം മുഴുത്ത് നിൽക്കുന്നില്ലല്ലോ. പിന്നെ അതിലേക്ക് ബദാം, പിന്നെ വാൾനട്ട്, പിസ്ത, പിന്നെ നമ്മുടെ പീനട്ട് അതും ഇട്ടിട്ടുണ്ട് നട്ട്സുകളായിട്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഇതാ നമ്മുടെ സ്ട്രോബെറിയും അതുപോലെ തന്നെ എന്താ പറയുക റോബസ്റ്റ പഴം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ പഞ്ചസാര തൊട്ടിട്ടേ ഇല്ല, എന്നാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞ പോലെ. ഞാൻ ഇനി നാളെ വെയിറ്റ് നോക്കുമ്പോൾ കൂടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഞാനത് ആ ഒരു പ്ലേറ്റിൽ കാണുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 3 സ്പൂൺ ഈ ഒരു ഓട്സൊക്കെ എടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും നട്ട്സും ഒക്കെ ഉണ്ടായതുകൊണ്ടാവും നല്ല വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ടെൻഷൻ ഇല്ലായികയില്ല. ഏതായാലും നമുക്ക് നാളെ നോക്കാം വെയിറ്റ് കൂടുമോ കുറയോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ഉച്ചക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഉച്ചക്കുള്ള കാര്യങ്ങൾ നോക്കണമല്ലോ. അപ്പോൾ ഹസ്ബൻഡ് ഇതാ ഇതുമൂനെ കൊണ്ടാക്കാൻ വേണ്ടി പോയി. മടങ്ങി വരുമ്പോൾ ബീഫാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേഗം കട്ട് ചെയ്ത് നമ്മൾ വേഗം അടുപ്പത്തിടുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അവനെ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. ചെറിയൊരു ചൂട് പോലെ തോന്നി. ഇനിയിപ്പോൾ പനിയാണെങ്കിൽ അത് കൂടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുളിപ്പിച്ചിട്ടില്ല. നല്ല രാഗിയൊക്കെ ബദാമിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അവന് ഉണ്ടാക്കി കൊടുത്ത് മോളെ കയ്യിൽ കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ വേഗം ബീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്കുള്ള ഉള്ളി, വലിയ ഉള്ളി 1 ഇട്ടിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇടാറ്. ചെറിയ ഉള്ളി ബീഫിലേക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. പിന്നെ നല്ല പച്ചമുളകൊക്കെ ഇട്ട് വാട്ടി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ ബീഫ് ഉണ്ടാക്കാറ്. എനിക്കിതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയുക, ബീഫ് എങ്ങനെ വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ബീഫ് വെക്കുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ഉള്ളി വാട്ടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ ബീഫ് അതിലേക്ക് ഇട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നാക്കി വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ലോണം ഇളക്കിയിട്ട് വെള്ളം ഞാൻ തീരെ ഒഴിക്കാറില്ല. എന്നിട്ട് ഉപ്പ് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഉലുവ കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് കുക്കർ മൂടി വെക്കും. പിന്നെ ഒരു 4-5 വിസിൽ നന്നായിട്ട് 4-5 വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ ചെറിയ തീയാക്കി വെക്കും കേട്ടോ. പിന്നെ അത് ഒരു 10-20 മിനിറ്റ് ആ ഒരു സിമ്മായിട്ട് ഇങ്ങനെ ആ ഒരു തീയിലിങ്ങനെ കിടന്ന് സാവധാനം ഇങ്ങനെ വന്നാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വെന്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്നും കൂടി ചൂടാക്കി കുരുമുളക് പൊടി ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ പാർന്ന് സെറ്റാക്കി എടുത്താൽ ഒന്നുകൂടി നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ബീഫ് വെക്കാറുള്ളത്. മല്ലിപ്പൊടി അധികം ഇങ്ങനെ വെക്കുമ്പോൾ അധികം ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ബീഫുണ്ട്. അതുകൊണ്ട് ഞാൻ തോരൻ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഞാൻ അവിടെയൊക്കെ കിച്ചണൊക്കെ ക്ലീനാക്കി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് എന്താ അറിയില്ല നല്ലൊരു ഉന്മേഷമുള്ള ദിവസമാണ്. പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ ഇങ്ങനെ തീരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് അവിടെ വേകുമ്പോഴേക്കും നമ്മളിവിടെ കിച്ചണും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഐറൂസ് ഉറങ്ങുമ്പോൾ ഞാൻ വേഗം മൊത്തത്തിൽ നമ്മുടെ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി ഇടും. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 12:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ഫുഡ് ഞാൻ ഈ ഒരു രാവിലെ നമ്മൾ പറഞ്ഞില്ലേ നല്ല വയറ് ഫുള്ളായിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉച്ചക്ക് ഈ നേരം ഒന്നും വിശന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനിന്ന് ചായയും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഉച്ചക്ക് 2 മണിയായിട്ടൊന്നും എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ചത് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ്. ഇതുമ്മും വന്നിട്ടുണ്ടായിരുന്നു. ഇതുമ്മും 2 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുമ്മും പിന്നെ ഒപ്പം ഫുഡ് കഴിച്ചത്. സാമ്പാറിൽ കുറച്ച് സാമ്പാർ എടുത്തിട്ടുണ്ട്, കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, 2 മുട്ട പുഴുങ്ങിയത്. ഇതാണ് ഞാൻ ഉച്ചക്കത്തെ ലഞ്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും അവിടെ ചോറ് സാമ്പാറും ബീഫൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ നമ്മളൊരു 10 മണിക്കാണ് ഓട്സ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു 4 മണിക്കാണ് ഈ ഒരു ബീഫും പിന്നെ നമ്മുടെ മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഭക്ഷണം നിർത്തിയിട്ടോ. പിന്നെ എനിക്ക് ഇന്നൊരു ടെൻഷൻ ആയതുകൊണ്ട് ഒരുപാട് കഴിച്ചോ ആ ഓട്സ് വയറ് നിറഞ്ഞതുകൊണ്ട് എനിക്കിങ്ങനെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുഡോടുകൂടി നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ തീർത്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. ഞങ്ങൾ കുറേ നേരം പുറത്തൊക്കെ നോക്കിയിരുന്ന് കളിച്ചു, മക്കളപ്പം ഇങ്ങനെ നടന്നു. ഇതൊക്കെയാണ് എൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളൊക്കെ. വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്യും, വോയിസ് കൊടുക്കും. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ നേരം മക്കളപ്പം ഇങ്ങനെ മുറ്റത്തൂടെ നടക്കും. ഐറൂസിന് ഇങ്ങനെ മുറ്റത്തൂടെ ഇറങ്ങി നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കും. പിന്നെ ഇന്ന് വേറെ ഒന്നും കഴിച്ചിട്ടുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നാളെ ഞാൻ വെയിറ്റൊക്കെ നോക്കി വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.